ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എങ്ങനെയാണ് നമുക്കൊരു ദോശപ്പൊടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ദോശപ്പൊടി ഞങ്ങൾ ചിലപ്പോൾ ഉഴുന്നുപൊടി എന്ന് പറയും, മുളക് പൊടി എന്ന് പറയും. ഇതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലെ കായം, ഒരു മുഴുവൻ വെളുത്തുള്ളി വലുതായതുകൊണ്ട് ഒരു 5-6 പീസേ നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 10-20 വറ്റൽമുളക്, ഒരു പിടി കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ എള്ള്, പിന്നെ സാമ്പാറിൻ്റെ പരിപ്പ്, പിന്നെ മുഴുവൻ കുരുമുളക്, പിന്നെ എന്താണ് നമ്മുടെ ചോറ് വെക്കുന്ന അരി ഏതാണോ അത്, പിന്നെ ഉഴുന്ന്. ഇത്രയാണ് നമുക്ക് വേണ്ട ഐറ്റംസ്. അപ്പോൾ ഈ അരി ഒരു 1/2 കപ്പാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇതുപോലെ നല്ലപോലെ കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ കഴുകിയെടുത്ത ശേഷം ഇതിനെ വെള്ളം തോരാനായിട്ട് നമ്മളത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് വെള്ളം തോരാനായിട്ട് ഇങ്ങനെ വച്ചിരിക്കുവാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഉഴുന്ന് അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിളാണ് കേട്ടോ ഉഴുന്നെടുക്കുന്നത്. അപ്പോൾ ആ കണക്കിന് ഉഴുന്നെടുത്ത ശേഷം അത് നല്ലപോലെ ഇതുപോലെ ചൂടാക്കി എടുക്കണം. ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. അതിലേക്ക് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ എള്ള് 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. എള്ളിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ കുറച്ചായാലും യൂസ് ചെയ്താൽ മതി, ഇത്ര ഇടണമെന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളകാണ്. അതും നമ്മളൊരു 1 ടേബിൾ സ്പൂണ് മുഴുവൻ കുരുമുളകാണ്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഇളക്കി ചൂടാക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അന്നേരം ആ ഫാൻ ഓഫ് ചെയ്ത് നമുക്ക് ആ ഉഴുന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വറ്റൽമുളകും അതിനോടൊപ്പം തന്നെ നമ്മൾ തൊലിയൊക്കെ മാറ്റിയ വെളുത്തുള്ളി, ഇത് രണ്ടും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇതുപോലെ ചൂടാക്കിയെടുക്കുക. ഇതിനൊന്നും നമുക്ക് എണ്ണ ആവശ്യമില്ല കേട്ടോ. ഇതെല്ലാം ജസ്റ്റ് ചൂടാക്കി നമ്മൾ ആ ഒരു മൂപ്പിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ അതും നല്ലപോലെ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഒരു ചെറിയ പാനിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കായമില്ലേ, ആ നെല്ലിക്ക വലുപ്പത്തിലുള്ള കായത്തിനെ ഒന്ന് പൊരിച്ചെടുക്കും. അപ്പോൾ കായം അവിടെ കിടന്ന് പൊരിയുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പിടി കറിവേപ്പില നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച വറ്റൽമുളകും വെളുത്തുള്ളിയിലേക്കും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ചൂടാക്കി ഇതൊക്കെ അത്യാവശ്യം നല്ല ചൂടായി ഒന്ന് മൂത്ത് വന്നാൽ മാത്രമേ അത് മിക്സിയിൽ പൊടിക്കുമ്പോൾ നല്ല പൊടിഞ്ഞ് വരത്തുള്ളൂ. ഇപ്പോൾ ഇത് ഈ കായ ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക മണമാണ്. നമ്മൾ ഈ സാമ്പാറൊക്കെ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കായത്തിൻ്റെ മണമുണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാറിലൊക്കെ. എന്തായാലും ആ സമയം കൊണ്ട് നമ്മുടെ മുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് മൂത്തു. അതുപോലെ നമ്മുടെ കായവും അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച ഉഴുന്നിൻ്റെ മിക്സിലേക്ക് ഇതിനെല്ലാം മാറ്റുക. ഇത് തണുത്ത് വരണം കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ജോലി എന്ന് വെച്ചാൽ അരി വറുത്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരിയുണ്ട്, കുതിർത്തല്ല, ആ നനവ് മാറാനായിട്ട് അരി മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ആ അരിനെ ഇതുപോലെ പാനിലിട്ട് നല്ല ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവം എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലപോലെ ഇളക്കി കഴിയുമ്പോഴത്തേന് ഈ അരി ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. പൊട്ടി വരുന്ന ആ ഒരു കാണാൻ നല്ല രസമാണ് കേട്ടോ. ആ ഒരു പരുവമാണ് അരിയുടെ പരുവം എന്ന് പറയുന്നത്. അപ്പം അമ്മ ഇതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ആ മിക്സിലേക്ക്. ഇപ്പം അതൊരു 2 സ്പൂൺ ഉപ്പാണ് അമ്മ ആഡ് ചെയ്ത് കൊടുത്തത്, ടീസ്പൂണാണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് അധികം ഉപ്പ് വേണം. പക്ഷേ ഇച്ചിരി ഉപ്പ് മുന്നിട്ട് നിന്നാലേ നമ്മൾ ദോശയ്ക്കോ ഇഡലിക്കോ ഈ ഒരു പൊടി കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ അരി മൂത്ത് ഏകദേശം ഒന്ന് വറന്ന് വരുവാണ്. ഇതിപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും, ആ അരി ഇങ്ങനെ പൊട്ടി വരുന്നത് കാണാൻ നല്ലൊരു രസമുണ്ട്. നമ്മൾ ഈ പോപ്കോണൊക്കെ പൊട്ടുന്ന പോലെ അരി ഇങ്ങനെ അതിൽ കിടന്നിങ്ങനെ കുഞ്ഞായിട്ട് പൊട്ടാൻ തുടങ്ങും. അതിങ്ങനെ അരി മൊരിയുന്നതിൻ്റെ ആ ഒരു സൂചനയാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശമൊക്കെ ആയിക്കഴിയുമ്പം ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മളിതെല്ലാം ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കുക. തണുത്ത് കഴിയുമ്പോൾ ഇതിനെ വറുത്ത് പൊടിച്ചെടുക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉഴുന്ന് പൊടി. അപ്പോൾ വറുത്തെടുക്കുമ്പോഴുള്ള പരുവം കൂടി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. വറുത്തെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ മണൽ വാരി ഇട്ട പോലെ ഇരിക്കും ഈ ഒരു പരുവം. കാരണം ഇത് ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകാൻ പാടില്ല, കാരണം അതിനൊരു സുഖം ഉണ്ടാവില്ല. ഇച്ചിരി കടിക്കാൻ കിട്ടിയാൽ ഈ മുരിഞ്ഞ സാധനമൊക്കെ ഒന്ന് ഇച്ചിരി കടിക്കാൻ കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു പരുവത്തിന് ഇതിനെ പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ദോശയ്ക്കോ പിന്നെ അതുപോലെ ഇഡലിക്കോ ഒക്കെ നമുക്ക് ഈ ഒരു സാധനം നമ്മൾ വെളിച്ചെണ്ണ, ചിലർ നല്ലെണ്ണ യൂസ് ചെയ്തായിരിക്കും കുഴയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊടിക്ക് ഒരു 1-1.5 മാസം വേറെ കേടുപാടൊന്നുമില്ലാതെ ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.